പുള്ളിക്കാരൻ്റെ ഒരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് എടാ അതൊന്നും വലിയ കാര്യമാണ് സത്യം. അതിലതേ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഒരുപാട് ഇപ്പം നമ്മളെപ്പോലെ ഒന്നുമല്ല, ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് നാദിറാന്ന്. നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവർ പുറത്തോട്ട് വന്ന് വിജയ് വാങ്ങി ഉണ്ണും വാഴ്ക്കൈ വിട്ടു വിട്ടുള്ള പോതിലും അച്ഛമില്ല അച്ഛമില്ല അച്ഛമില്ലതില്ലേ. പിന്നെ അതെപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല. അങ്ങനെ ഇടയ്ക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു EV കണ്ടസ്റ്റന്റിനാണ്, അച്ഛമില്ല എന്ന് വെച്ചാൽ ഭയമില്ല അല്ലെ, ഭയമില്ല. വിജയ് വാങ്ങി ഉണ്ണും വാഴ്ക്കുള്ള വീട്ടുകാർ ചോറ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട് നമുക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിറകുകളുണ്ട് എല്ലാവർക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ്. എല്ലാവർക്കും ഇടാൻ വിങ്സ് ഉണ്ട്, എല്ലാവർക്കും പറക്കാനുള്ള പേടി, ആ ഭയം ബാലുവിന് ഇല്ല അല്ലേ. സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങി വന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ അറിയാമല്ലോ, എത്ര പാടുണ്ട്, എത്ര കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരണമെങ്കിൽ തന്നെ എത്ര കഷ്ടമാണെന്ന് ആലോചിച്ചത്. അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വം എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട, മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് തറയിലിട അത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ പുതിയ സംരംഭങ്ങളും ഉണ്ടാവും, പുതിയ സിനിമകളും ഉണ്ടാവും, പുതിയ ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരും. ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ്. കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല, കഴിവുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലേ. തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഈവൻ ഈ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിൽ ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ ഈവൻ നമ്മൾ ചിന്തിക്കുമോ, നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത്. സോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഹിഡൻ ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടല്ലേ. എല്ലാം വാർത്താ പ്രാധാന്യം നേടുക, എല്ലാം ഒരു വൈറലാവുക, വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിൻ്റെ ഉള്ളിലൊരു വൈറൽ ചിന്താഗതി ഉണ്ടാവുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ പോസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് പറയുന്നത് സത്യം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെ പോലെയുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലേ, നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം. അതിൽ പെട്ട ആൾക്കാർക്ക് പല കാര്യങ്ങളും പറയാം. അപ്പം നാദിരയെ കുറിച്ച് പറഞ്ഞത്, നാദിരയ്ക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത്. കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പോരാടി വന്ന ആളാണ്. ഒറ്റയ്ക്ക് പൊരുതി ജയിച്ചവനാണ് ഞാൻ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നാദിരെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക്. ഒറ്റയ്ക്ക് ആദ്യം ആ സമയത്ത് അല്ലെ, ഇപ്പോഴത്തെ കാര്യമല്ല, കുറച്ചുകൂടെ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള്. അത് വളരെ സിമ്പിളായിട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെയും നിരാശപ്പെടുത്തി പിടിച്ച് വീട്ടിലിരുത്തും. അതാണ് ഈ നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. വേറെ ഒന്നുമില്ല, നെഗറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്ന ഒരേ ഒരു കാര്യമുണ്ട്, ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല. ആരെന്ത് പറയും എന്നുള്ള വിചാരം, അത്രയേ ഉള്ളൂ. ഇത് ഇത്രയും വിനയത്തോടൊക്കെ ആള് പറയുന്നുള്ളതേ ഉള്ളൂ. ഈ കമന്റ് ഇടുന്നവര് നേരെ മുഖത്തിന് മുന്നേ എന്നാണ് പറയുന്നതെങ്കിൽ മറ്റേ ബിഗ് ബോസ് കിട്ടിയ പോലെ ഇടി അവരുടെ മുഖത്തോട്ട് കിട്ടും അപ്പം തന്നെ. അത് വേറെ വിഷയം. കാരണം റോക്കി എനിക്ക് കുറച്ചാളായിട്ട് അറിയാം. റോക്കി ഭയങ്കര ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും. അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ റോക്കിക്ക് ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ളത് മാത്രമേ ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്താനം പറയാൻ പാടുള്ളൂ. ഈ നെഗറ്റിവിറ്റിയുടെ കാര്യത്തിൽ ബ്രോ ചോദിച്ച നാദിരയുടെ കാര്യം, നാദിര ഇവിടെ എത്തേണ്ടതായിരുന്നു. നാദിരയുടെ ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്നാണ് നാദിര എത്താൻ പറ്റാതെ പോയത്. നാദിര ഇത് പറഞ്ഞ പോലെ തന്നെ വളരെ സില്ലി ആയിട്ടാണ് എടുത്തത്. നാദിര ചോദിച്ചത് ലാലേട്ടനെ കുറിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചത്. അതിൽ കൂടുതലില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യൂണിഫോമിൽ ലാലേട്ടൻ വയനാട്ടിൽ പോയതിന്റെ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞല്ലേ. അതിനെ കുറിച്ച് ട്രോളി ഒരുപാട് പേര് കമന്റുകൾ ചെയ്തു. കുറച്ച് നേരത്തുള്ള ലാലേട്ടനെ മാറ്റിയത് എങ്ങനെയാണെന്ന് അറിയാം. ലാലേട്ടൻ മീഡിയക്ക് മുന്നേ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല. ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു. അത് മാത്രമേ ലാലേട്ടൻ ചെയ്തുള്ളൂ. ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ 3 കോടി കൊടുത്തപ്പം
ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ആഗ്രഹമാണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും. ലാലേട്ടനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് എന്ന് മാത്രമേ പറയാവൂ. റോക്കിയെ പറ്റി പറഞ്ഞുകൊണ്ട് പറയാണ്, ഞങ്ങൾ ഈ കഥ പറയാൻ വേണ്ടി റോക്കി അച്ഛൻ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളും കൂടിയാണ്, ബിസിനസ് എന്റർപ്രണർ ആണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറുണ്ട്, റോക്കിയുടെ പണം കണ്ടുണ്ട്. അപ്പൊ അതപ്പോ തന്നെ പുള്ളി പറഞ്ഞു ഓക്കെ. കാരണം റോക്കിയെ കാണുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണെന്ന് അദ്ദേഹം ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോള് വന്നു, അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റി ട്രോള് വന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ, നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലല്ലോ ആശ്വാസം എന്നാണ്. കാരണം എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് സിനിമയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാനായിരുന്നെങ്കിൽ എനിക്കൊന്ന് ലെജൻഡ് ശരവൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ പോലെ തിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മളുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും അതിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാനിന്ന് തയ്യാറാണ്, നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും, ഇനി ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ആക്ടിങ് വർക്ക്ഷോപ്പോ മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി റെഡി എന്നുള്ള രീതിയിൽ പറഞ്ഞ് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു താങ്ക്സ്. കാരണം ഇതിന് വിലപ്പെട്ട സമയം, ഒരു ബിസിനസ്മാൻ ആണ്, അത് വിലപ്പെട്ട സമയം മാറ്റി വെച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് വരുന്നത്. ഓക്കെ നെക്സ്റ്റ്. അതെ അതെ കാണുന്ന ഒരു ഡേ ആണ്. അപ്പൊ അത് ഇങ്ങനെ ഒരു പോസ്റ്റർ വെച്ച് കാണുമ്പോൾ എന്തായാലും ആദ്യം പൂജക്കുണ്ടായ അതേ ഒരു നെഗറ്റിവിറ്റി അതേ ഒരു ഇത് തന്നെ സ്പ്രെഡ് ചെയ്യാൻ ഇത് പുറത്തിറങ്ങിയ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ കരുതിക്കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ ആദ്യം ഇറക്കിയത്? ആദ്യം ചോദിച്ചതിൽ ഉത്തരം പറയാം. റോക്കിയും നാദ്ര എന്തുകൊണ്ട് നായികയും നായകനും ആയില്ല എന്ന് വെച്ചാൽ ചിലപ്പോൾ നാളെ ഞാൻ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ റിസൾട്ട് പോലും ഇരിക്കും. പക്ഷെ ഇത് കഴിഞ്ഞൊരു സിനിമ ഉണ്ടെങ്കിൽ അതിൽ നാദ്ര ആപ്റ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നായികയായിട്ട് വെക്കാൻ ആപ്റ്റാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാദ്ര കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ നായകൻ കോൺസെപ്റ്റ് അല്ല. ഇതൊരു ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോണറാണ്. അതത് സമയത്ത് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണോ അയാളാണ് ആ സിനിമയുടെ ആ സമയത്തെ നായകൻ അല്ലെങ്കിൽ നായിക, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് നായികയാണോ എന്ന് വെച്ചാൽ അല്ല എന്ന് പറയാനും പറ്റില്ല, ആണെന്ന് പറയാനും പറ്റില്ല. ഒരു പക്ഷെ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ റോക്കി ആയിരിക്കാം നായകൻ, നാദിര ആയിരിക്കാം നായിക. പക്ഷെ ഈ പറയുന്ന പോലെ ഇവരല്ല ലീഡായിട്ട് ത്രൂ ഔട്ട് ദ മൂവി ലീഡായിട്ട് കൊണ്ടുപോകുന്ന അവരല്ല എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നാളെ ഞാൻ വേറൊരു പടം എടുക്കുന്ന സമയത്ത് നായികയെ നോക്കുന്ന സമയത്ത് നാദിര നന്നായിട്ട് പെർഫോം ചെയ്തത് എനിക്ക് ആപ്റ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാദിര ചിലപ്പോൾ നായികയായി വന്നേക്കാം. റോക്കി പറഞ്ഞ പോലെ റോക്കിയുടെ നായികയായിട്ട് ചിലപ്പോൾ വന്നേക്കാം, പറയാൻ പറ്റില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ദുഃഖവെള്ളി എല്ലാവർക്കും അറിയാം. നമ്മുടെ കഥയിൽ ദുഃഖവെള്ളിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ കഥയുമായിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞ് നമ്മളൊരു പേരിട്ടിരിക്കുന്നത്. സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ആലോചിച്ചപ്പം നമ്മുടെ ത്രില്ലർ ജോണറാണ് പടം. അപ്പം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മൾ മനസ്സിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്ര മാത്രമേ നമുക്ക് സിനിമയുടെ ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ പുറത്താവുന്നിടം വരെ നമുക്ക് പുറത്തുവിടാൻ പറ്റുന്ന അപ്ഡേറ്റുകൾ അത്രയും മാത്രമാണ്. പക്ഷേ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്തതാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇഷ്യൂ. അതായത് ഈ പറഞ്ഞ പൂജ റിലേറ്റഡ് ആയിട്ട് അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നോക്കിയ കൂട്ടത്തിൽ വളരെ ക്യാച്ചി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്ത ഞാനപ്പോൾ അത് നമ്മുടെ ടീമായിട്ട് ഷെയർ ചെയ്തപ്പോഴും അവർക്കും ഇഷ്ടപ്പെട്ടു. അവർ ഓക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ പിച്ചായത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഒരു മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനൊക്കെ അത്ര സിനിമയായിട്ട് അവരെടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കേരളത്തിലെ ഓഡിയൻസ് വളരെ സെൻസിറ്റീവ് ആണ്. പക്ഷെ അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ സെൻസ് ഉള്ളവരുമാണ്. നമ്മളിപ്പോ ഈ കുറച്ചാൾ മുമ്പ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു മൂവി എല്ലാവരും കണ്ടതാണ്, ചുരുളി എന്ന് പറയുന്നൊരു സിനിമ. അത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ ബാലു എസ് നായറിനും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അല്ലല്ല, അതങ്ങനല്ല. അതായത് ഡോണ എൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് ഡോണ ഒരു 2-3 വർഷമായിട്ട് പരിചയമുള്ളതാണ്. അത് മാത്രമല്ല, ഈ സിനിമയിലെ ഡോണ ചെയ്യുന്ന ഒരു കഥാപാത്രം മലയാളി ക്യാരക്ടർ അല്ല. ഒരു മലയാളം സംസാരിക്കാത്ത, മലയാളം വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു അന്യഭാഷ ക്യാരക്ടറായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അന്യഭാഷ നടി വന്നാൽ നന്നാവുമെന്ന് തോന്നി. ഡോണ നല്ലൊരു പെർഫോമറാണ്. നമ്മൾ കാർബൺ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമറും കൂടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈസിലി ആക്സസിബിൾ ആയിരുന്നു ഡോണ. കാരണം എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് ആക്സസിബിൾ ആയിരുന്നു. ഞാൻ ഡോണയുടെ അടുത്ത് സ്റ്റോറി ഷെയർ ചെയ്തു. ഡോണയ്ക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ഡോണയെ കാസ്റ്റ് ചെയ്ത. അതെല്ലാം നമ്മൾ ദുൽഖറുമായിട്ട് ബന്ധപ്പെട്ട് ഡോണയെ കാസ്റ്റ് ചെയ്തതല്ല. നമുക്ക് ഡോണയോട് വേണമെങ്കിൽ ചോദിക്കാം. Donna, how excited are you doing in Mollywood? You have acted in Bollywood. Yeah. Mollywood is entirely different, you know. Yeah. How excited are you to being part of this film? Very excited because I mean there's no doubt about it that everybody knows that I think Malayalam industry makes some of the best films that India produces. Like definitely, by far, we all are aware, and every actor in this country, every actor who wants to do good films, good content, definitely wants to work in the Malayalam industry. There's no doubt about it. So I'm very excited, and Balu and I connected long back for another project, but I know that Balu is somebody who is very passionate about making films. So he wants to make good cinema. So actors like me always want to work with people who are very passionate about making good cinema. So I'm very excited. I love the story he narrated, and I was on board immediately. So What made you to do this film? Is that the character or the crew? Sorry? What made you to sign this film? Is that a character or the crew? All of it. When you do a project, everything is very important. Your character, the story, the crew is equally important. Because as I said, when we do a project, we spend a lot of time together. It's very essential that when we work with a good crew, we also get to learn a lot. Our work becomes better. So in order to do my job in the best possible way, I need a very good team around me. They help me make my job easier. So everything.